ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചോളവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോളത്തിൻ്റെ ഒരു കിടിലൻ റെസിപ്പി ചേച്ചിയാണ് ഇന്ന് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിരിക്കുമ്പോൾ ചേച്ചിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ചോളം റെസിപ്പി. നമുക്ക് നോക്കാം എന്താ അത് ചെയ്യുന്നതെന്ന്. എനിക്ക് ആക്ച്വലി ഈ ചോളത്തിൻ്റെ ഒരു റെസിപ്പിയും അറിയില്ല. ഞാൻ പുറമേ പോയി കഴിക്കുക എന്നല്ലാതെ ഇത് വീട്ടിലുണ്ടാക്കി ശീലമില്ല. അപ്പോൾ ചേച്ചി പഴത്തിൻ്റെ തൊലി ഇരിക്കുന്ന ലാഘവത്തോടെ തൊലി പോക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഇതേ തൊലി നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിള്ളേർ കളിക്കുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതേ നമ്മുടെ ചോളൻ കുട്ടപ്പനായി തന്നെ എടുത്തിട്ടുണ്ട് ചേച്ചി. ഇതേ നോക്കിക്കേ, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി 3 എണ്ണത്തിനെയും ഇതേ തൊലിയൊക്കെ കളഞ്ഞു ചേച്ചി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ഫ്രഷ് ആയിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കുക. കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെ നമ്മൾ പീസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ ഇങ്ങനെ നേരെ സെൻറ്റർ പോർഷൻ ആക്കിയിട്ടാണ് പീസാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം ചോളത്തിനെ നമ്മൾ പീസ് ആക്കിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ആവശ്യത്തിന് വെള്ളം, ഇത് വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളവും ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഒരു വിസലിന് ശേഷം നമ്മുടെ ചോളം എന്തായെന്ന് നോക്കാം. ഇതേ നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നല്ല മുത്തുമണികൾ കോർത്ത് വെച്ച പോലെ ഉണ്ട് കാണാൻ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതിനെ മുഴുവനായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ആഹാ, എന്താ രസമല്ലേ കാണാൻ. നല്ല കിടുവായിട്ടുള്ള യെല്ലോയിഷ് കളറായിട്ട് നല്ല രസമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടിലേക്ക് നമ്മൾ മുളക് പൊടിയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളിക്ക് വേണ്ടി നാരങ്ങാനീരിന് പകരം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള ചോളത്തിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും നമ്മൾ ഇവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നെയ്യൊന്ന് ദോശക്കല്ല് നന്നായി ചൂടായി വരുമ്പോൾ നെയ്യൊന്ന് പുരട്ടാണ് ചെയ്യുന്നത്. നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് വെച്ചിട്ടുള്ള ചോളം ഒന്ന് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്ന പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇതേ മസാലയൊക്കെ നമ്മുടെ ചോളത്തിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാ പീസസിലേക്കും ചേച്ചി ചോളത്തിലേക്കൊക്കെ മസാല ചേർത്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തനിയെ തന്നെ ഇവിടെ ഉരുളാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചോളം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറച്ചും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഈ നെയ്യിൻ്റെ ഫ്ലേവർ ഇതിൽ അത്ര ഇഷ്ടമാവാത്തത് കൊണ്ട് തന്നെ എനിക്ക് നെയ്യിലാക്കാത്ത രീതിയിലുള്ള മസാല മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി മസാല ഇതേ പരട്ടി തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊതിയായിട്ട് വയ്യ സത്യം പറഞ്ഞാൽ. നല്ല കളറും ഉണ്ട്, യെല്ലോയും റെഡിഷും ആയിട്ടുള്ള അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻസായിട്ട് രേഖപ്പെടുത്താം. ഒരു രക്ഷയില്ല കേട്ടോ, ടേസ്റ്റ് പൊളിയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.